പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് ജനസഭയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജനസഭ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ജനം ടി വിയുടെ ജനകീയ സംവാദ വേദിയാണ്. നമുക്ക് അറിയാം, മറ്റൊരു മഹാഭാരത യുദ്ധത്തിന് നാം സാക്ഷ്യം വഹിക്കുകയാണ്. പൊതു തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ കേരളത്തിൽ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു, ഗോദയിൽ ഇറങ്ങിക്കഴിഞ്ഞു. ഇന്നത്തെ ജനസഭ ചേരുന്നത് കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള പാറശാല മണ്ഡലത്തിൽപ്പെട്ട കുന്നത്തുകാൽ കവലയിലാണ്. പൊതുവിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഒരു ചിത്രം പരിശോധിക്കുകയാണെങ്കിൽ സിറ്റിംഗ് MP കോൺഗ്രസ് നേതാവ് ശശി തരൂർ വീണ്ടും ജനവിധി തേടുന്നു. 4ാമത് അദ്ദേഹം ഗോദയിൽ ഇറങ്ങുകയാണ്. ഇടതു മുന്നണിയെ പ്രതിനിധീകരിച്ച് മുൻ MP കൂടിയായ CPI നേതാവ് പന്ന്യൻ രവീന്ദ്രനാണ് ജനവിധി തേടുന്നത്. NDA പ്രതിനിധീകരിച്ച് BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കേന്ദ്രമന്ത്രി കൂടിയായ രാജീവ് ചന്ദ്രശേഖറാണ്. തീപാറുന്ന പോരാട്ടത്തിനാണ്, ത്രികോണ മത്സരത്തിനാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം സാക്ഷ്യം വഹിക്കുന്നത്. ഈ ജനകീയ സംവാദ വേദിയിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ലോക്സഭാ മണ്ഡലത്തിൻ്റെ, തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൻ്റെ സ്പന്ദനം അറിയാനാണ്. മാത്രമല്ല, ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, കേന്ദ്ര ഭരണത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്, സംസ്ഥാന ഭരണത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്, അവരുടെ ആധികൾ, ആശങ്കകൾ അതെല്ലാം പങ്കുവയ്ക്കാം. ഈ തത്സമയ പരിപാടിയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. 3 മുന്നണികളുടെയും പ്രതിനിധികൾ ഇന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച ഈ സംവാദത്തിൽ, ജനസഭയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ആദ്യം നമുക്ക് അവരെ പരിചയപ്പെടാം. UDF-നെ പ്രതിനിധീകരിച്ച് KPCC സെക്രട്ടറി കൂടിയായ അഡ്വക്കേറ്റ് RV രാജേഷാണ് എത്തിയിരിക്കുന്നത്. RV രാജേഷിനെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഇടതുമുന്നണിയെ പ്രതിനിധീകരിച്ച് CPM-ൻ്റെ ഏരിയ സെക്രട്ടറി കൂടിയായ അഡ്വക്കേറ്റ് S അജയകുമാറാണ് എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. NDA പ്രതിനിധീകരിച്ച് യുവമോർച്ചയുടെ ജില്ലാ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള R സജിത്താണ് എത്തിയിരിക്കുന്നത്. സജിത്തിനെയും സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ കുന്നത്തുകാൽ കവലയിൽ കൂടിയിരിക്കുന്ന എല്ലാ നല്ലവരായ നാട്ടുകാരെയും ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്കെന്തായാലും ഈ ചർച്ച ആരംഭിക്കാം. ഞാൻ രാജേഷിൽ നിന്നാണ് തുടങ്ങുന്നത്. കാരണം സിറ്റിംഗ് MP കോൺഗ്രസിൻ്റേതാണല്ലോ, അതുകൊണ്ട് ആ ഒരു പരിഗണന കൊടുക്കുകയാണ്. രാജേഷ്, 4ാം തവണയും ശശി തരൂരാണ് ഈ മണ്ഡലത്തിൽ ജനവിധി തേടുന്നത്. ഈ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണോ വോട്ട് തേടുന്നത്, അതോ പൊതുവിലുള്ള ദേശീയ രാഷ്ട്രീയം അതുപോലെ സംസ്ഥാന രാഷ്ട്രീയം ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണോ വോട്ടർമാരെ തേടി അദ്ദേഹം 4ാം തവണയും ഈ ഗോദയിൽ ഇറങ്ങിയിരിക്കുന്നത്? തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമുണ്ട്. അത് ഇന്ത്യയുടെ രാഷ്ട്രീയമാണ്, കേരളത്തിൻ്റെ രാഷ്ട്രീയമാണ്, ലോക രാഷ്ട്രീയമാണ്. നമുക്കറിയാം, ലോകത്തിൻ്റെ ഒരു ജനസംഖ്യയുടെ പകുതിയോളം ഒരു 2024 ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലാണ്. അതിലേറ്റവും കൂടുതൽ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് ഇന്ത്യയുടെയും അതോടൊപ്പം തന്നെ അമേരിക്കയുടെയും തെരഞ്ഞെടുപ്പുകളാണ്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു മഹത്തായ ജനാധിപത്യ രാജ്യം, ആ രാജ്യത്തിൻ്റെ ജനാധിപത്യം, മതേതരത്വം, ഈ സാഹോദര്യം ഇതൊക്കെ നിലനിൽക്കണമെന്ന് ഇന്ത്യയുടെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ രാഷ്ട്രീയം നമുക്കിവിടെ ചർച്ച ചെയ്യേണ്ടി വരും. ഈ നിയോജകമണ്ഡലത്തിൻ്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ടി വരും. ശശി തരൂർ എന്ന് പറയുന്ന പാർലമെൻറ്റ് അംഗം, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും. അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും. ഇതെല്ലാം ചേർന്നതാണ് ഈ തെരഞ്ഞെടുപ്പ്. കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെയാണ് UDF-ഉം കോൺഗ്രസും ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അടക്കം ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ നമുക്ക് യാതൊരു മടിയുമില്ല. അപ്പോൾ നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടത്, ഈ കഴിഞ്ഞ 10 വർഷക്കാലമായി രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന ഒരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ് എത്രത്തോളം ജനങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത്, അതിൻ്റെ രാഷ്ട്രീയം തീർച്ചയായും നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പറയേണ്ടി വരും. നമ്മുടെ രാജ്യത്തിനൊരു മഹത്തായ പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം, അല്ലെങ്കിൽ ഈ രാജ്യത്ത് 47 മുതൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള ഗവൺമെൻറ്റുകളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള വികസനങ്ങൾ, ഈ രാജ്യത്തുണ്ടായ മാറ്റങ്ങൾ, നമുക്ക് 47-ലെ ഇന്ത്യയെക്കുറിച്ച് ഒരുപക്ഷെ ചരിത്രം പഠിക്കുന്ന ആളുകൾക്കറിയാം. 47 ഇന്ത്യ എന്തായിരുന്നു, ആ ഇന്ത്യയെ ഇന്നു കാണുന്ന ഇന്ത്യയാക്കി മാറ്റിയെടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനം അത് കോൺഗ്രസ് ആണ് എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിനെ വിമർശിക്കുന്നവർക്ക് പോലും അഭിപ്രായ വ്യത്യാസമില്ല. 30 കോടി ജനങ്ങളുണ്ടായിരുന്നു. ആ ജനങ്ങൾക്ക് കഴിക്കാൻ ആഹാരമില്ലാത്ത ഒരു രാജ്യമായിരുന്നു ഇന്ത്യ.
പട്ടിണി കിടന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. അവിടെ നിന്ന് ഇന്ത്യയെ ആണവ ശക്തിയാക്കി മാറ്റിക്കൊണ്ട് ഈ രാജ്യത്ത് അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് കൃഷിഭൂമി ഊഷരമായി കിടന്ന ഭൂമികളിലേക്ക് കൃഷി നടത്തി ഇന്ത്യയുടെ പട്ടിണി മാറ്റിയ രാഷ്ട്രീയ പ്രസ്ഥാനം, ആണവ ശക്തിയാക്കി മാറ്റിയ രാഷ്ട്രീയ പ്രസ്ഥാനം, ഈ രാജ്യത്ത് വികസനം എന്താണെന്ന് പഠിപ്പിച്ച രാഷ്ട്രീയ പ്രസ്ഥാനം, അത് കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും ഞങ്ങൾ ചർച്ച ചെയ്യും. അതോടൊപ്പം തന്നെ 10 വർഷക്കാലമായി ഈ രാജ്യത്ത് എന്ത് മാറ്റമുണ്ടാക്കി, അല്ലെങ്കിൽ 10 വർഷം അധികാരത്തിലിരുന്ന ഗവൺമെൻറ് ഈ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം കൂടി ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നമ്മൾ ഉയർത്തുന്നുണ്ട്. അതോടൊപ്പം കേരളം ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്, ഒരു 5 വർഷക്കാലം കേരളത്തിൽ ദുരന്തങ്ങൾ മാത്രം സമ്മാനിച്ചുകൊണ്ട് ഒരു ഗവൺമെൻറ് മുന്നോട്ട് പോകുമ്പോൾ ആ ഗവൺമെൻറ്റിനെതിരായുള്ള ജനവികാരം ഈ തെരഞ്ഞെടുപ്പ് തീർച്ചയായും പ്രതിഫലിക്കപ്പെടും. അതുകൊണ്ട് ഇതെല്ലാം ചേർന്നതാണ് ഇവിടെ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തന്നെയാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. യെസ്, അഡ്വക്കേറ്റ് അജയകുമാർ, ഇടതുമുന്നണി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്താണ്, മാത്രമല്ല എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് ഈ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരുടെ മുന്നിൽ വെക്കുന്നത്? നേരത്തെ ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ സംസ്ഥാന രാഷ്ട്രീയവും സജീവമായും സമഗ്രമായും ഈ തിരഞ്ഞെടുപ്പിൽ വിലയിരുത്തപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല, ശരിയല്ലേ? നമ്മുടെ ആങ്കർ സൂചിപ്പിച്ചതുപോലെ ഒരു മഹാഭാരത യുദ്ധം വീണ്ടും വരികയാണ്. ഇന്ത്യ ഒരു മതേതര സംസ്കാരമുള്ള രാജ്യമായി മാറണമെന്ന് ഭരണഘടന അനുശാസിച്ചു. നമുക്കറിയാം, സ്വതന്ത്ര ഭാരതത്തിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ആ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതിന് വേണ്ടി, സാമൂഹ്യനീതി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി, സാമ്പത്തിക തുല്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി എല്ലാവരെയും ഒന്നായി കാണുന്ന ഒരു ഭരണഘടന ഡോക്ടർ അംബേദ്കർ വിഭാവനം ചെയ്തു. ആ ഭരണഘടന സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്നാണ് ഇടതുപക്ഷ മുന്നണിക്ക് വേണ്ടി പറയാനുള്ളത്. നമുക്കറിയാം, ഇന്ത്യയിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന മതേതരത്തെ അടിച്ചമർത്തുക, തുല്യത ഇല്ലാതാക്കുക, അതുപോലെ തന്നെ ഇന്ത്യയിലെ സാമ്പത്തിക അസമത്വം, അതായത് ഫെഡറൽ തത്വങ്ങളെ ലംഘിക്കുക, ഇത്തരം സമീപനങ്ങൾ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളാണ്. അത്തരം അടിസ്ഥാന തത്വങ്ങൾ പോലും ലംഘിക്കപ്പെടുന്ന ഒരു ഗവൺമെൻറ്റാണ് കഴിഞ്ഞ 10 വർഷക്കാലമായി ഇന്ത്യ ഭരിക്കുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന മുദ്രാവാക്യം, ആ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് 2014 മോദി അധികാരത്തിൽ വരുന്നത്. ആ അധികാരം ഇപ്പോൾ എവിടെ ചെന്ന് നിൽക്കുന്നു? ബേട്ടി പഠാവോ എന്ന മുദ്രാവാക്യം സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ബേട്ടി പഠാവോ എന്ന മുദ്രാവാക്യം നമുക്കറിയാം, ഇന്ത്യയിൽ സ്ത്രീകൾ ബലാത്സംഗപ്പെടുക ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മണിപ്പൂർ ഉൾപ്പെടെ നമുക്കറിയാം. അതിൽ 1/3 പേർ, ഒരു ദിവസം 93 പേരാണ് ശരാശരി ബലാത്സംഗപ്പെടുന്നത് ഇന്ത്യയിൽ നടക്കുന്നത്, സ്ത്രീകൾ. അതിൽ 1/3 പേർ എന്ന് പറയുന്നത് മൈനർ വിഭാഗത്തിലുള്ള പെൺകുട്ടികളാണ്, വിദ്യാഭ്യാസം ലഭ്യമാക്കേണ്ടവരാണ്. അവർക്ക് പോലും ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു അസമത്വത്തിലേക്കാണ് ഇന്ത്യൻ ഭരണകൂടം കഴിഞ്ഞ 10 വർഷക്കാലമായി കൊണ്ടെത്തിച്ചിരിക്കുന്നത്. മാത്രമല്ല, രാഷ്ട്രീയമുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. ഇന്ത്യയിൽ ഒരു മതേതര ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് കഴിയില്ല എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നമ്മളെ ഓർമ്മിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലൊരു മതേതര ഗവൺമെൻറ് രൂപീകൃതമാവണമെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ കരുത്ത് ഇന്ത്യയിൽ വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ്. അത്തരത്തിൽ കരുത്ത് വർദ്ധിപ്പിക്കാനുള്ളൊരു തെരഞ്ഞെടുപ്പായാണ് കേരളത്തിൽ ഇടതുമുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. കേരളത്തിൻ്റെ രാഷ്ട്രീയം എൻ്റെ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ ചർച്ച ചെയ്യപ്പെടും. കേരളത്തിൻ്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യപ്പെടണം. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 7 വർഷക്കാലമായി നടത്തിയ വികസന ക്ഷേമ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പൊതുജന മധ്യത്തിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് വോട്ട് നമ്മൾ സമ്പാദിക്കാൻ പോകുന്നത്. അത്തരത്തിലൊരു പ്രവർത്തനം സംഘടിപ്പിക്കുന്ന കാലഘട്ടത്തിലാണ് ഇത്തരം സംവാദങ്ങൾ നടക്കുന്നത്. അത് ആരോഗ്യപരമായ സംവാദം. നിങ്ങളെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ചാനൽ എന്ന നിലയിൽ എത്രത്തോളം അത് പരിഹരിക്കപ്പെടും എന്നതിനെ സംബന്ധിച്ച് അറിയില്ല. എങ്കിൽ പോലും ഒരു സംവാദം സുതാര്യമാകണം എന്ന് മാത്രമാണ് ഈ അവർക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇത്തരത്തിലൊരു സംവാദത്തിൽ ക്ഷണിച്ച ഈ മാധ്യമപ്രവർത്തകരെ ആകെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നന്ദി രേഖപ്പെടുത്തുക.
യെസ്, ഒരു സംശയവും വേണ്ട. വളരെ സത്യസന്ധമായും സുതാര്യമായും ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതൊരു ലൈവ് പ്രോഗ്രാമാണ്, തത്സമയ പരിപാടിയാണ്. അതുകൊണ്ട് അൺഎഡിറ്റഡ് വേർഷനാണ് പോകുന്നത്. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ അതേപോലെയാണ് ഞങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുന്നത്. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. സജിത, 3ാം തവണയും NDA കേന്ദ്രത്തിൽ അധികാരത്തിലെത്തുമോ? കേരളത്തിൻ്റെ സംഭാവനകൾ എന്തായിരിക്കും? എന്താണ് BJPയുടെ പ്രതീക്ഷ ഈ തെരഞ്ഞെടുപ്പിൽ? നോക്കൂ, വരാൻ പോകുന്ന 2024 പൊതു തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ BJP നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യം മുന്നോട്ട് വയ്ക്കുന്നത് തീർച്ചയായും വികസനത്തിൻ്റെ രാഷ്ട്രീയം തന്നെയാണ്. 2014 മുതൽ 2024 വരെയുള്ള ഈ കാലഘട്ടത്തിൽ ഭാരതത്തിൻ്റെ സമസ്ത മേഖലകളിലും വികസനവും ക്ഷേമ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ് വീണ്ടും അധികാരത്തിലെത്തുമെന്ന് അസന്നിഗ്ധമായി തന്നെ 17ാം ലോക്സഭയുടെ അവസാന സമ്മേളനത്തിൽ ഭാരതത്തിൻ്റെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി സൂചിപ്പിച്ചു. ദേശീയ ജനാധിപത്യ സഖ്യം നേതൃത്വം കൊടുക്കുന്ന BJP നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യം 400-ലധികം സീറ്റുകൾ നേടി അധികാരത്തിലെത്തുമെന്ന് തന്നെയാണ് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞത്. അത് പറയാനുള്ള ഇച്ഛാശക്തി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പാവപ്പെട്ടവൻ ലഭിക്കേണ്ട മുഴുവൻ വികസന പ്രവർത്തനവും അവരുടെ കൈകളിൽ എത്തിക്കുവാൻ വേണ്ട പ്രവർത്തനം 2014 മുതൽ 2024 വരെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളുണ്ട്. ഒരുപക്ഷെ ഈ ചർച്ച തുടങ്ങി അവസാനിക്കുന്നതുവരെ ചർച്ച ചെയ്താൽ തീരാത്ത അത്ര വികസന പദ്ധതികൾ 2014 മുതൽ 2024 വരെ കാലഘട്ടത്തിൽ നരേന്ദ്രമോദി സർക്കാർ വിഭാവനം ചെയ്തിട്ടുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ ഭരണം കൈയാളുവാൻ കോൺഗ്രസിന് സാധിക്കില്ല എന്ന് ഇടതുപക്ഷം പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ടത് INDA മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണി, നമുക്ക് 1 കിലോമീറ്റർ അപ്പുറത്ത് പോയാൽ തമിഴ്നാട്ടിൽ INDA മുന്നണി എന്ന് പറഞ്ഞ് ഒരു മുന്നണി മത്സരിക്കുന്നുണ്ട്. അവിടെ ഈ പറയുന്ന രാഷ്ട്രീയ കക്ഷികളെല്ലാം ഒരുമിച്ച് നിന്ന് മത്സരിക്കുന്നുണ്ട്. അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരെന്ന് അവർക്ക് ഇതുവരെ തീരുമാനിക്കാൻ സാധിച്ചിട്ടില്ല. ആ സമയത്ത് പറയുന്നു കോൺഗ്രസിന് ഭാരതം ഭരിക്കുവാനുള്ള നേതൃശക്തി ഇല്ല എന്ന് CPMൻ്റെ പ്രതിനിധി തന്നെ പറയുന്നു. ഈ കാലഘട്ടത്തിലാണ് ഒരു പൊതു തെരഞ്ഞെടുപ്പ് വരുന്നത്. നമുക്കറിയാം, തിരുവനന്തപുരത്തെ സംബന്ധിച്ച് 2009 മുതൽ 2024 വരെ 15 വർഷക്കാലം, ഈ 15 വർഷക്കാലം തിരുവനന്തപുരത്തെ പ്രതിനിധാനം ചെയ്യുന്നത് കോൺഗ്രസിൻ്റെ പ്രതിനിധിയാണ്. അദ്ദേഹം വിശ്വപൗരൻ എന്ന് പറഞ്ഞ് 2009 ഇവിടെ എത്തി. അദ്ദേഹം അന്ന് പറഞ്ഞത് തിരുവനന്തപുരത്തെ ബാഴ്സലോണ സിറ്റി ഇരട്ട നഗരമാക്കുമെന്നാണ്. ഇരട്ട നഗരം പോയിട്ട് അരനഗരം പോലെ ആക്കുവാൻ ഈ നിമിഷം വരെ ശശി തരൂർ MPക്ക് സാധിച്ചിട്ടില്ല. നാം മനസ്സിലാക്കേണ്ടത് INDA മുന്നണിപ്പെട്ട 2 പാർട്ടികൾ ഒരുമിച്ച് തിരുവനന്തപുരത്തും കേരളത്തിലും മത്സരിക്കുന്നു. നരേന്ദ്രമോദിയുടെ വികസനം കേരളത്തിലെത്തുവാൻ കേരളത്തിൽ നിന്ന് പ്രതിനിധികൾ എത്തിയില്ലെങ്കിൽ പോലും എണ്ണിയാലൊടുങ്ങാത്ത പദ്ധതികൾ കേരളത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലെത്തുന്ന സമയത്ത് എല്ലാ കാലവും പറയുന്ന ക്ഷേമ പെൻഷനുകൾ മുടങ്ങില്ല, ക്ഷേമ പെൻഷനുകൾ യഥാവിധി കൊടുക്കുമെന്ന് പറഞ്ഞു. ക്ഷേമ പെൻഷൻ കൊടുത്തിട്ട് 6 മാസമായി. പാവപ്പെട്ട സർക്കാർ ജീവനക്കാർ ബാങ്ക് അക്കൗണ്ടിലോട്ട് നോക്കിയിരിക്കുകയാണ്. എപ്പോഴും ബാങ്ക് സെർച്ച് ചെയ്യുന്നുണ്ട്, ഇന്ന് ശമ്പളം വരുമോ, നാളെ ശമ്പളം വരുമോ എന്ന കാലഘട്ടം. ഇത് കേരളത്തിൽ റേഷൻ കടകളിൽ അഴിമതി, റേഷൻ ലഭിക്കുന്നില്ല. അങ്ങനെ സംസ്ഥാന സർക്കാർ പരാജയപ്പെടുന്നു. അതിന് കൂട്ടായി എന്നുള്ള ഒരു MP തിരുവനന്തപുരത്തുണ്ട്. അപ്പോൾ ഭാരതത്തിൻ്റെ വികസന സ്വപ്നം കാണുന്ന ദേശീയ ജനാധിപത്യ സഖ്യം മുന്നോട്ട് വരണമോ, അതോ ഭാരതത്തിന് വികസനം തുരങ്കം വയ്ക്കുന്ന കുടുംബാധിപത്യ പാർട്ടികളെല്ലാം ചേർന്നിട്ടുള്ള INDA മുന്നണി വന്ന് കേരളത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്നു? ഒരു കാര്യം ഉറപ്പ്, നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുന്ന സമയത്ത് കേരളത്തിൽ നിന്നുള്ള പ്രതിനിധി ഉണ്ടാകും. അതിന് കേരളത്തിൻ്റെ ജനങ്ങൾ, കേരളത്തിൻ്റെ പൊതുസമൂഹം തയ്യാറെടുത്തിരിക്കുന്നെന്ന് വരുന്ന സർവേകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. യെസ്, 3 മുന്നണികളുടെ പ്രതിനിധികൾ അവരുടെ നിലപാടുകൾ വിശദീകരിച്ചു കഴിഞ്ഞു, വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി ജനങ്ങളിലേക്കാണ് പോകുന്നത്, വോട്ടർമാരിലേക്കാണ് പോകുന്നത്. അവർക്ക് ഇവരോട് ചോദിക്കാൻ അനവധി ചോദ്യങ്ങൾ ഉണ്ടാവും. പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് ജനസഭയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ജനസഭ ഇന്ന് ചേരുന്നത്, ജനൻ TVയുടെ ജനകീയ സംവാദവേദിയായ ജനസഭ ഇന്ന് ചേരുന്നത് കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള പാറശാല മണ്ഡലത്തിൽപ്പെട്ട കുന്നത്തുകാൽ കവലയിൽ ആണ്. നമുക്കറിയാം, ജനാധിപത്യത്തിൻ്റെ ഉത്സവമാണ് തെരഞ്ഞെടുപ്പ്, അല്ലേ? അപ്പോൾ വോട്ടർമാർ തന്നെയാണ് ജനാധിപത്യത്തിൽ രാജാക്കന്മാർ. അപ്പോൾ കഴിഞ്ഞ 5 വർഷം കേന്ദ്ര സർക്കാർ എങ്ങനെ പ്രവർത്തിച്ചു, ഇവർ കൃത്യമായി വിലയിരുത്തുന്നുണ്ടാവും. സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനം എങ്ങനെയായിരുന്നു, അതും ഇവർ വിലയിരുത്തുന്നുണ്ടാവും. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇവരോട്, ഈ 3 മുന്നണികളുടെയും പ്രതിനിധികളോട് ചോദിക്കാം. നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യും, സംസ്ഥാന രാഷ്ട്രീയം ചർച്ച ചെയ്യും, വികസനം ചർച്ച ചെയ്യും, വികസന മുരടിപ്പ് ചർച്ച ചെയ്യും. എല്ലാം ചർച്ച ചെയ്യുന്ന ഒരു പൊതു തെരഞ്ഞെടുപ്പാണ്
സമാഗതമാകുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളിലേക്ക് പോവുകയാണ്. ആദ്യ ചോദ്യം ആരാണ്? യെസ് പ്ലീസ്, ഒന്ന് എഴുന്നേറ്റ് പ്ലീസ്. ഞാനൊരു മുതിർന്ന പൗരൻ എന്നുള്ള നിലയിൽ ഒരു ചോദ്യമാണ്. വയോജനങ്ങളെ ബാധിക്കുന്നൊരു വിഷയമാണ്. വർഷങ്ങളായി വയോജനങ്ങൾക്ക് റെയിൽവേയിൽ മുതിർന്ന പൗരന്മാർക്ക് പുരുഷന്മാർക്ക് 40% സ്ത്രീകൾക്ക് 50% ടിക്കറ്റിൽ ഇളവുണ്ടായിരുന്നു. അത് കോവിഡ് വന്നതിൻ്റെ അപ്പോൾ കേന്ദ്ര മോദി ഗവൺമെൻറ് പിൻവലിച്ചു. അത് ഇതുവരെ പുനഃസ്ഥാപിച്ചിട്ടില്ല. ഇന്ത്യൻ പാർലമെൻറ്റിൽ നിരവധി MP-മാർ ഈ ഇളവ് പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അനുകൂലമായ ഒരു നിലപാടും എടുത്തിട്ടില്ല. ഇക്കാര്യത്തിൽ BJP പ്രതിനിധിയുടെ അഭിപ്രായം അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. യെസ് സജിത. നോക്കൂ, കോവിഡ് വന്ന സമയത്ത് ഒരുപക്ഷെ പല മേഖലകളിലും വ്യത്യസ്തമായ സൗജന്യങ്ങൾ വെട്ടിക്കുറച്ചിട്ടുണ്ട്. അത് റെയിൽവേയിൽ മാത്രമല്ല, മറ്റ് പല മേഖലകളിലും. ആ കോവിഡിൻ്റെ മഹാമാരിക്ക് ശേഷം വരുന്ന ഈ സാമ്പത്തിക ബാധ്യത, ആ സാമ്പത്തിക ബാധ്യതയെ സംബന്ധിച്ചുകൊണ്ടാണ് ഈ ഇത്തരത്തിലുള്ള സൗജന്യമായ പല കാര്യങ്ങളും അവസാനിപ്പിച്ചത്. പക്ഷേ ക്രമേണ പല മേഖലകളിലും കേന്ദ്ര സർക്കാർ ആ സൗജന്യം വീണ്ടും റീഅറേഞ്ച് ചെയ്തിട്ടുണ്ട്. റെയിൽവേ മാത്രമല്ല, മുഴുവൻ മേഖലകളും ഇത് ഇങ്ങനെ മുതിർന്ന പൗരന്മാരുടെ ആനുകൂല്യം പിൻവലിച്ചത് വഴി റെയിൽവേയിലേക്ക് 2247 കോടി രൂപ അധികമായി ഉണ്ടായി എന്നാണ് ഈ കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് പുനഃസ്ഥാപിച്ചു എന്ന് പറയുന്നത് ചുമ്മായാണ്. ഞാൻ റെയിൽവേ പുനഃസ്ഥാപിച്ചു എന്നല്ല പറഞ്ഞത്, പല മേഖലകളിലും പുനഃസ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. വ്യക്തമായി കേൾക്കണം. ഞാൻ ചോദിച്ച പല മേഖലയിലെ കാര്യമല്ല. ഞാൻ പറഞ്ഞത് പല മേഖലയിലും സൗജന്യം അവസാനിപ്പിച്ചിട്ടുണ്ട്. ആ സൗജന്യം അവസാനിപ്പിച്ചതിൽ റീ ഓപ്പൺ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് എന്ന് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു. അപ്പൊ റെയിൽവേയിലും പ്രതീക്ഷിക്കാം താമസിക്കും അല്ലേ? അതേ പറഞ്ഞത്. ഓക്കെ, അടുത്ത ചോദ്യം. ഞാൻ ബഹുമാനപ്പെട്ട രാജേഷിനോടാണ്. അദ്ദേഹം ശശി തരൂരിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. കഴിഞ്ഞ 15 വർഷക്കാലം എന്ന് പറയുന്നത് തിരുവനന്തപുരം പാർലമെൻറ്റിന് ഭീമമായ നഷ്ടമല്ലേ ഉണ്ടായിട്ടുള്ളത്? അദ്ദേഹം എന്താണ് ഇവിടെ ചെയ്തിട്ടുള്ളത്? 15 വർഷക്കാലമായി കുന്നത്തുകാൽ പഞ്ചായത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ പറ്റുമോ? ബഹുമാനപ്പെട്ട അദ്ദേഹം പറഞ്ഞു ബാഴ്സലോണയുടെ കാര്യം. ഞങ്ങളിപ്പോൾ രാവിലെ എണീറ്റ് എല്ലാ ദിവസവും നോക്കുകയാണ്. 4ാമത്തെ പ്രാവശ്യം അദ്ദേഹം മത്സരിക്കുമ്പോൾ എവിടെയാണ് ബാഴ്സലോണ എന്നുള്ളത്. ആ ബാഴ്സലോണ കാണാനില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തെ പോലും തന്നെ കാണാനില്ലാത്തൊരവസ്ഥയല്ലേ ഇപ്പോൾ? 5 വർഷക്കാലമായി. ഏറ്റവും അവസാനം ബഡ്ജറ്റ് സെഷനിൽ അദ്ദേഹത്തിൻ്റെ അറ്റൻഡൻസ് തന്നെ 78%. അങ്ങനെ യാതൊരു തരത്തിൽ യാതൊരു ഉത്തരവാദിത്വമില്ലാതെ 15 വർഷക്കാലമായി ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള MP ആണ് അദ്ദേഹം. മറ്റൊരു കാര്യം, കേരളത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ 7 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു സ്ഥലത്ത് വെച്ച് ജനം TVക്കല്ല, ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു ചാനലിനും ഇങ്ങനെ ഒരു ജനസഭ നടത്താൻ കഴിയില്ല. കാര്യം അതിനുള്ള സ്ഥലം ഇവിടെ ഇല്ലായിരുന്നു. പാറസ്ഥലയുടെ MLA CK ഹരീന്ദ്രൻ എന്ന ഒരൊറ്റ വ്യക്തിയുടെ കഴിവുകൊണ്ടല്ലേ ഇന്നിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ജനസഭ നടത്താൻ കഴിഞ്ഞത്. ഇല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ജനസഭ പോലും നടത്താൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടെ നമ്മൾ മുന്നിൽ കാണണമെന്നാണ് പറയാനുള്ളത്. യെസ് രാജേഷ്, വളരെ പ്രസക്തമായുള്ള ചോദ്യമാണ്. പൊതുവിലുള്ള ഒരു ആക്ഷേപം ഇതാണ്, ഈ MP അപ്രാപ്യനാണ്, പ്രത്യേകിച്ച് സാധാരണക്കാർക്ക്. മാത്രമല്ല ഈ MP-യുടെ കൂടെ നടക്കുന്നവർ അവർക്ക് MP-യേക്കാളും അവർ വേറെ ഏതോ ഒരു പദവിയിലിരിക്കുകയാണെന്നുള്ളൊരു തോന്നലാണ്. എന്നെപ്പോലുള്ളവർ, കാരണം നമ്മുടെ വാർത്തയുടെ ആവശ്യത്തിനാണല്ലോ വിളിക്കുന്നത്, ബന്ധപ്പെട്ട് കഴിഞ്ഞാലും അവൈലബിൾ അല്ല, മറുപടിയില്ല. അതൊരു പരാതിയാണ്. ആ പരാതി നോക്കൂ, 4ാമത്തെ തവണ അദ്ദേഹം ജനവിധി തേടുമ്പോഴും ആ പരാതിയായിട്ട് തന്നെ നിൽക്കുകയാണ്. അതിനൊരു പരിഹാരമില്ല. മാത്രമല്ല തിരുവനന്തപുരത്ത് ഒരു ലോകോത്തര നിലവാരമുള്ള നഗരമായി ഉയർത്തുമെന്നുള്ള വാഗ്ദാനം അദ്ദേഹം എപ്പം തന്നതാണ്. ഇപ്പോഴും തിരുവനന്തപുരത്തിൻ്റെ അവസ്ഥ എന്താണ്? അല്ല, അതിപ്പം ജനം TVക്ക് ഒരു പക്ഷേ പ്രത്യേക അഭിമുഖം അദ്ദേഹം തന്നിട്ടില്ലായിരിക്കാം. ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങൾക്കും അദ്ദേഹം അഭിമുഖം കൊടുക്കാറുണ്ട്. എല്ലാ മാധ്യമ പ്രവർത്തകരും അഭിമുഖം തരാത്തതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. വിഷയങ്ങളുമായി എന്തെങ്കിലും ഒരു പരാതി ഉന്നയിക്കാൻ അദ്ദേഹത്തെ കിട്ടില്ല. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെയും ഫോണിൽ പോലും ആക്സസിബിൾ അല്ല.
അതൊരു യാഥാർത്ഥ്യമാണ്. അല്ല, അങ്ങനെ ഇവിടെയുള്ള പലർക്കും ആ അഭിപ്രായം ഉണ്ടാവും. അങ്ങനെ ഈ തിരുവനന്തപുരം നിയോജകമണ്ഡലത്തിലെ വോട്ടർമാർക്കോ സാധാരണ ജനങ്ങൾക്കോ അങ്ങനെ ഒരു അഭിപ്രായമില്ല. അദ്ദേഹം തിരുവനന്തപുരത്തുണ്ടെങ്കിൽ അദ്ദേഹത്തെ എപ്പോൾ വേണമെങ്കിലും കാണാൻ കഴിയും. അതിനൊന്നും ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ തിരുവനന്തപുരത്തിൻ്റെ വികസനത്തെക്കുറിച്ച് പറഞ്ഞു. തിരുവനന്തപുരം നഗരത്തിൻ്റെ വികസനത്ത് നമ്മളൊരു കാര്യം ആലോചിക്കണം. 15 വർഷത്തിന് മുമ്പുള്ള തിരുവനന്തപുരം നഗരം എങ്ങനെയായിരുന്നു? തിരുവനന്തപുരത്തിൻ്റെ വികസനം, അതിന് ശശി തരൂരിൻ്റെ പങ്കാളിത്തമുണ്ട്, UDFിൻ്റെ പങ്കാളിത്തമുണ്ട്, അത് AK ആന്റണി മുതലുള്ള മുഖ്യമന്ത്രിമാരുടെ പങ്കാളിത്തമുണ്ട്. യാതൊരു സംശയവുമില്ല. നിങ്ങളൊരു 15-20 വർഷത്തിന് മുമ്പ് പാളയത്ത് പോയാൽ എന്തായിരുന്നു അവസ്ഥ? ഇന്ന് പാളയത്ത് അണ്ടർ പാസേജ് ഉണ്ട്. തിരുവനന്തപുരത്ത് എത്ര ഫ്ലൈ ഓവറുകൾ വന്നു? തിരുവനന്തപുരം നഗരത്തിൻ്റെ മുഖച്ഛായ മാറ്റിയില്ലേ? തിരുവനന്തപുരം നഗരവികസനത്തിന് പ്രത്യേക ഫണ്ട് ഉണ്ടാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടിക്കണക്കിന് രൂപ അനുവദിച്ചുകൊണ്ട് യുദ്ധകാല അടിസ്ഥാനത്തിൽ പണി പൂർത്തിയാക്കി തിരുവനന്തപുരത്തെ ഇന്നത്തെ നിലവാരമുള്ള നഗരമാക്കി മാറ്റിയതിൽ UDFിനും അതോടൊപ്പം തന്നെ MP ആയ ശശി തരൂരിൻ്റെയും പങ്കൊന്നും അങ്ങനെ കുറച്ച് കാണിക്കാൻ കഴിയില്ല. പിന്നെ ഇവിടുത്തെ വികസനം ഞാൻ പറയാം. പാറശാല മുതലുള്ള റെയിൽവേ സ്റ്റേഷനുള്ള വികസനം, പാറശാല റെയിൽവേ സ്റ്റേഷൻ്റെ വികസനം എത്ര കോടി രൂപയുടെ വികസനം ഉണ്ടായി? പാറശാല റെയിൽവേ സ്റ്റേഷൻ മാറ്റമുണ്ടായില്ലേ? അതോടൊപ്പം തന്നെ ധനുവച്ചോരം റെയിൽവേ സ്റ്റേഷൻ, തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ 123 കോടി രൂപയുടെ പദ്ധതികളാണ് നടപ്പിലാക്കിയത്. എക്സ്കവേറ്ററുകൾ അടക്കമുള്ള തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ ഇന്ന് കാണുന്ന നിലവാരത്തിലേക്ക് മാറ്റിയത് MP ആയ ശശി തരൂരാണ്. 14 പുതിയ ട്രെയിനുകൾ UPAയുടെ ഭരണകാലത്ത് ആരംഭിച്ചു. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ശ്രീ അനിൽ നമ്പ്യാർ പറഞ്ഞില്ലേ, നമ്മൾ ആ അമരവള റെയിൽവേ ക്രോസിൽ നിന്നപ്പോൾ അതുവഴി ഒരു നല്ല ട്രെയിൻ കടന്നുപോയി. ഇത് ഏത് ട്രെയിനാണെന്ന് ചോദിച്ചു. അതാണ് നാഗർകോവിലിൽ നിന്ന് കൊല്ലത്തേക്കുള്ള മെമു സർവീസ്. ശശി തരൂരിൻ്റെ ഇടപെടലിൻ്റെ ഫലമായി നമ്മുടെ ഈ പ്രദേശത്തെ സാധാരണക്കാരന് സഞ്ചരിക്കാൻ വേണ്ടി, കുറഞ്ഞ ചെലവിൽ സഞ്ചരിക്കാൻ വേണ്ടി മെമു സർവീസ് ആരംഭിച്ചു. ഏറ്റവും ആധുനിക സൗകര്യമുള്ള ട്രെയിൻ സർവീസുകൾ. അപ്പോൾ ഈ തിരുവനന്തപുരം പാർലമെൻറ്റിൻ്റെ മുഖച്ഛായ, പിന്നെ ബാർസിലോണ അതൊരു കൺസെപ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞൊന്ന ഇടതുപക്ഷ ഗവൺമെൻറ് ആ പദ്ധതിയോട് താല്പര്യം കാണിക്കാത്ത അവിടുത്തെ ഗവൺമെൻറ്റുമായി ചർച്ചകൾ നടത്തിയിരുന്നു. അത് കൾച്ചറൽ എക്സ്ചേഞ്ച് അടക്കമുള്ള ഒരു പദ്ധതിയാണ് ആവിഷ്കരിച്ചിരുന്നത്. അങ്ങനെയുള്ള ഒരു സാംസ്കാരിക വിനിമയ പദ്ധതിക്ക് ഒരു ഗവൺമെൻറ് കൂടി പങ്കാളിത്തം ഉണ്ടാകണം. പക്ഷേ ആ ഗവൺമെൻറ്റുകൾ മുഖം തിരിച്ചതുകൊണ്ട് മാത്രമാണ് ആ കൺസെപ്റ്റ് നടക്കാതെ പോയത്. അതുമാത്രമല്ല, തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ വികസനമായാലും തിരുവനന്തപുരത്തെ റോഡുകളുടെ വികസനമായാലും എത്ര റോഡുകളാണ് സെൻട്രൽ റോഡ് ഫണ്ട് അനുവദിച്ചുകൊണ്ട് ഈ രീതിയിലാക്കിയത്? ഈ റോഡ് ഇത് ആദ്യമായി CRFൽ ചെയ്തത്, സെൻട്രൽ റോഡ് ഫണ്ട് ഉപയോഗിച്ച് ചെയ്ത് ശ്രീ VS ശിവകുമാർ MP ആയിരുന്ന കാലഘട്ടത്തിലാണ്. അതൊന്നും മറന്നു പോകരുത്. ഈ റോഡ് സെൻട്രൽ റോഡ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ഞാൻ പറയട്ടെ, അതോടൊപ്പം തന്നെ കരമന മുതൽ മണ്ഡപത്തിന് കടവോടെയുള്ള റോഡ് അത് സെൻട്രൽ റോഡ് ഫണ്ട് ഉപയോഗിച്ച് ചെയ്തു. ഈ റോഡ് ആദ്യം ചെയ്ത് സെൻട്രൽ റോഡ് ഫണ്ട് ഉപയോഗിച്ച് തന്നെയാണ്. അപ്പോൾ ആ രീതിയിലേക്കുള്ള, അതിനുശേഷം പല ഗവൺമെൻറ്റുകളുടെയും കാലഘട്ടത്തിൽ മാറ്റങ്ങളുണ്ടായി. കരമന കളിയിക്കുള്ള റോഡിൻ്റെ വികസനം ആരുടെ കാലഘട്ടത്തിലാണ് ഏറ്റെടുത്തത്? നിങ്ങളൊന്ന് ആലോചിക്കണം. അത് ഈ തിരുവനന്തപുരം നഗരത്തിൽ ഒരു കുപ്പിയുടെ കഴുത്ത് പോലെ ഇരുന്ന ഒരു വികസനം നഗരമായിരുന്നില്ലേ? കരമന മുതൽ നമ്മൾ ഇങ്ങോട്ടേക്ക് ബാലരാമപുരം വരെ എത്ര മണിക്കൂറുണ്ടാവണം? അവിടെ നിന്ന് ആദ്യത്തെ 1ാം ഘട്ടം പൂർത്തിയാക്കിയത് യുദ്ധകാല അടിസ്ഥാനത്തിൽ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലഘട്ടത്തിൽ ഫണ്ട് അനുവദിച്ചുകൊണ്ട് പ്രാവച്ചമ്പലം വരെ 1ാം ഘട്ടം പൂർത്തിയാക്കി. അടുത്ത ഘട്ടത്തിലുള്ള സ്ഥലമേറ്റെടുക്കൽ പൂർത്തിയാക്കി. ഇതൊക്കെ UDFിൻ്റെ കാലഘട്ടത്തിൽ വികസനമല്ലേ? അതിനുശേഷം എന്താ നടന്നത്? ഇവിടെ ഇടതുപക്ഷം 5 വർഷം ഭരിച്ചല്ലോ, അല്ല ഈ 2ാം ഗവൺമെന്റ് വന്നല്ലോ, എന്ത് മാറ്റമാണ് ഉണ്ടാക്കിയത്? അപ്പൊ ഇതൊക്കെ വെറുതെ വാചകം അടിക്കാമെന്നല്ലാതെ ഇവിടെ വികസന പ്രവർത്തനങ്ങൾ UDFിന്റെ കാലഘട്ടത്തിലാണ്. തിരുവനന്തപുരം നഗരവികസനം നടന്നത് UDFിന്റെ കാലഘട്ടത്തിലാണ്. തിരുവനന്തപുരത്തെ പ്രാദേശിക വികസനം നടന്നത് UDFിന്റെ കാലഘട്ടത്തിലാണ്. ഇവിടെ റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണം നടന്നത് ശശി തരൂർ MP ആയിരുന്ന കാലഘട്ടത്തിലാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തന ഫലമായിട്ടാണ്. തിരുവനന്തപുരത്ത് പുതിയ ട്രെയിനുകൾ അനുവദിച്ചത് തരൂരിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ്. അപ്പൊ MP അവൈലബിൾ അല്ല, അല്ലെങ്കിൽ MPയുടെ വികസന പ്രവർത്തനം കാണാനില്ല എന്ന് പറഞ്ഞാൽ കണ്ണു തുറന്ന് നോക്കിയാൽ തിരുവനന്തപുരം നഗരത്തിലും നമ്മുടെ പ്രദേശങ്ങളിലുമൊക്കെ MPയുടെ ഫണ്ട് ഉപയോഗിച്ച് നടത്തിയ വികസന പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ MPയുടെ പരിശ്രമഫലമായ വികസന പ്രവർത്തനങ്ങളും നമുക്ക് നിരവധി കാണാൻ കഴിയും. ശശി തരൂർ MP ഒരു നിമിഷം ശശി തരൂർ MP തിരുവനന്തപുരത്ത് എന്തൊക്കെ വികസനം കൊണ്ടുവന്നു എന്നുള്ളതാണ്. കണ്ണ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ വികസനം ദൃശ്യമാകുമെന്നാണ് രാജേഷ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്തായാലും അഡ്വക്കേറ്റ് അജയകുമാറിനും അതുപോലെ സജിത്തിനും ഈ വിഷയത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാനുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. അഡ്വക്കേറ്റ് അജയകുമാർ. ഏറ്റവും പ്രധാനം ബാർസലോണ നഗരം എന്നുള്ളൊരു കൺസെപ്റ്റ് എന്നാണ് പറഞ്ഞത്. അത് ഈ കോൺഗ്രസിനും BJPയുടെയും ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലുണ്ടാവുന്ന വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടേണ്ടതില്ല എന്ന ഒരു സമീപനത്തിൻ്റെ ഭാഗമാണ്. കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലായില്ലേ? അത് നടപ്പിലാക്കാനുള്ള കാര്യമല്ല, ഇത് വെറും പ്രഖ്യാപനമാണ്. അത് ഈ പറഞ്ഞ 2 പേർക്കുമുള്ളതാണ്. 1. 2,
രാജേഷിന് അറിഞ്ഞുകൂടാത്ത, ഞാൻ ഈ പ്രദേശത്തുകാരനാണ്. ഞാനിവിടെ ജനിച്ചു വളർന്ന ആളാണ്. കാൽനൂറ്റാണ്ട് മുമ്പാണ് വി എസ് ശിവകുമാറിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടെന്നല്ല, നബാർഡിൻ്റെ ഫണ്ട് ഉപയോഗിച്ചാണ് കാൽനൂറ്റാണ്ടിന് മുമ്പ് ഈ റോഡിൻ്റെ പണി ചെയ്തത്. ഈ റോഡല്ല, ആ റോഡാണ്. 26 വർഷം കഴിഞ്ഞു. അതിനുശേഷം ഒരു നെയ്യാ പൈസ കഴിഞ്ഞ 15 വർഷക്കാലമായി ഈ വികസനം നടപ്പിലാക്കിയ ശശി തരൂരിന് ഒരു നെയ്യാ പൈസ ചിലവാക്കി കഴിഞ്ഞില്ല. എത്ര രൂപ ഒരു വർഷം നമുക്ക് എം.പിയുടെ വികസന ഫണ്ട് ലഭ്യമാകുന്നത്? കഴിഞ്ഞ 5 വർഷമാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ 3 വർഷമാണ് 7 കോടി രൂപ. അതിനു മുമ്പ് 5 കോടി രൂപ വീതം ഒരു എം.പിമാർക്ക്, സാധാരണ എം.പി, ഇത് മഹാവിശ്വപൗരനാണല്ലോ എങ്കിൽ പോലും സാധാരണ എം.പിക്ക് കിട്ടുന്നത്. എന്നാൽ ആ 5 കോടി രൂപ കഴിഞ്ഞ 15 വർഷക്കാലമായി, കഴിഞ്ഞ 3 വർഷമായി 7 കോടിയും എടുത്താൽ എത്ര കോടി രൂപയായി? അദ്ദേഹത്തിൻ്റെ പ്രത്യേക വികസന ഫണ്ട് എവിടെ വിനിയോഗിച്ചു തൊട്ട് പറയാൻ ശ്രീ രാജേഷിന് കഴിയുമോ? എവിടെ തൊട്ട് പറയാൻ? നമ്മുടെ പഞ്ചായത്തിലെന്ന് മാത്രമല്ല, ഒന്ന് തൊട്ട് പറയാൻ ഈ മണ്ഡലത്തിൽ എവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഫണ്ട് വിനിയോഗിച്ചത് എന്ന് പറയാൻ പറ്റുമോ? ലോക്സഭാ മണ്ഡലം ഞാൻ പറയുന്നില്ല, പാറശാല നിയോജക മണ്ഡലത്തിൽ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ ഒരു സ്ഥാപനത്തിന് ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് ഇന്നത് ചെയ്തു എന്ന് തൊട്ട് പറയാൻ ശശി തരൂരിനില്ല എന്ന് അസന്നിഗ്ധമായി പറയാൻ കഴിയും എനിക്ക്. അതാണ് സമീപനം. മറ്റൊന്ന്, എൻ്റെ സുഹൃത്ത് നേരത്തെ പറഞ്ഞു പോകാതിരിക്കാൻ കഴിയില്ല. പ്രധാനമന്ത്രി ആര് എന്ന് തീരുമാനിക്കുന്നത് ഒരു മതേതര ഗവൺമെൻറ് ഇന്ത്യയിൽ ഉണ്ടാവണം. അതിന് ഇടതുപക്ഷത്തിൻ്റെ കരുത്ത് വർദ്ധിക്കണമെന്നുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അറിയാം. അതുകൊണ്ടാണല്ലോ BJPക്കും അറിയാം. അതുകൊണ്ടാണ് BJP ഈ കൊച്ചു സംസ്ഥാനത്തെ തകർക്കാൻ ശ്രമിക്കുന്നത്. അതെന്തുകൊണ്ട്? ഒരു ബദൽ നയം നടപ്പിലാക്കുന്ന ഗവൺമെൻറ് എന്ന നിലയിൽ ആ ഗവൺമെൻറ്റിനെ തകർക്കാൻ ശ്രമിക്കുന്നത് സാമ്പത്തികപരമായി. അതെല്ലാം ഇനി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. സാമ്പത്തികമായി തകർക്കുന്നതിനുള്ള ശ്രമം BJP ശ്രമിക്കുന്നത് എന്താ? ഈ കൊച്ചു കേരളത്തിൽ നിന്ന് ഇടതുപക്ഷത്തിൻ്റെ കരുത്ത് വർദ്ധിക്കരുത്, ഇടതുപക്ഷ ഗവൺമെൻറ് തുടരരുത്, ഇടതുപക്ഷത്തിന് പിന്തുണ ഈ ഗവൺമെൻറ് ഉണ്ടാവരുത് എന്നുള്ളതുകൊണ്ടാണ് അത്തരം സമീപനം സ്വീകരിക്കുന്നത്. അപ്പോൾ ഇവർക്കറിയാം ഇടതുപക്ഷത്തിൻ്റെ കരുത്ത് ഇന്ത്യയിൽ വർദ്ധിച്ചാൽ അത് തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെ, ഇന്ത്യയിൽ വിവരാവകാശ നിയമം ഉൾപ്പെടെ നടപ്പിലാക്കിയ ഒന്നാം UPA സർക്കാരിൻ്റെ കരുത്ത് CPIM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ കരുത്താണെന്ന് നിങ്ങൾക്കറിയാം, ജനങ്ങൾക്കറിയാം, കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം. ആ ജനങ്ങളുടെ കരുത്താണ് ഇടതുപക്ഷത്തിൻ്റെ കരുത്ത്. ഈ വികസനത്തിനാകെ എല്ലാവിധമായ പിന്തുണയും ഈ കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണയായി നിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇതാണ് എന്നെ സംബന്ധിച്ച് പറയാനുള്ളത്. മധുദന്തവതയാണ് തിരുവനന്തപുരത്തിന് നാഗർകോവിൽ വരെയുള്ള റെയിൽവേ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും 1977 കാലഘട്ടം. അതിനുശേഷം എന്തെങ്കിലും ഒരു വികസനം ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോ ഈ BJP സർക്കാരിനോ കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യൻ നാഷണൽ BJP ആണല്ലോ ഭരിക്കുന്നത്. ഈ പറഞ്ഞ കേന്ദ്രമന്ത്രി കഴിഞ്ഞ 5 വർഷമായി ഉണ്ടല്ലോ. ഇവിടെ മത്സരിക്കാൻ വന്ന രാജീവ് ചന്ദ്രശേഖർ 5 വർഷക്കാലമായി കേന്ദ്ര സഹമന്ത്രിയല്ലേ. എന്ത് വികസനം തിരുവനന്തപുരത്ത് നിന്ന് നാഗർകോവിൽ കന്യാകുമാരി വരെയുള്ള ആ പ്രദേശത്ത് നടത്തി? ഇരട്ടപ്പാളം നമ്മൾ ആഗ്രഹിക്കുന്ന സ്വപ്നമല്ലേ? എന്ത് ചെയ്തു? നാളിതുവരെ ചെയ്തോ? തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഒരു ശ്രമം നടത്തുന്നു, അല്ലെങ്കിൽ ഒരു വാഗ്ദാനം നൽകുന്നു. അത് ഈ പറഞ്ഞ BJPയുടെ പ്രസിഡന്റ് ഒരു ഘട്ടത്തിൽ പറഞ്ഞതുപോലെയാണ്, വാഗ്ദാനം നൽകുന്നത് പാലിക്കപ്പെടാനല്ല എന്ന് BJPയുടെ ദേശീയ അധ്യക്ഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും BJPയെയും കേരളത്തിലെ ജനങ്ങൾ, സാമൂഹ്യ പുരോഗതിയുള്ള നല്ല വിദ്യാഭ്യാസമുള്ള കേരളത്തിലെ ജനം അംഗീകരിക്കില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. യെസ് സജിത്ത്, നമുക്കിവിടെ 2 കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട്. ഒന്ന്, തിരുവനന്തപുരത്തെ MPയെ സംബന്ധിച്ച് തിരുവനന്തപുരത്തെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് കോൺഗ്രസിൻ്റെ പ്രതിനിധി സൂചിപ്പിച്ചു. ഇവിടെ കുറേ വികസന പദ്ധതികളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്തെ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് ധനുവച്ചപുരം റെയിൽവേ സ്റ്റേഷനെ സംബന്ധിച്ച്, പാറശാല റെയിൽവേ സ്റ്റേഷനെ സംബന്ധിച്ച്, തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനെ സംബന്ധിച്ച്, അങ്ങനെ റെയിൽവേ വികസനത്തെക്കുറിച്ച് പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഒരു കാര്യം പറയാം. 17ാം ലോക്സഭയിൽ 115 ചോദ്യങ്ങളാണ് ശശി തരൂർ ഉന്നയിച്ചത്. ആകെ ഉന്നയിച്ച 115 ചോദ്യങ്ങൾ. ആ 115 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരു ചോദ്യം ലോക്സഭയുടെ വിവരാവകാശം കൊടുത്ത ലോക്സഭയുടെ രേഖയിൽ നമുക്കുണ്ടാവും. ഏതെങ്കിലും ഒരു ചോദ്യം തിരുവനന്തപുരത്തെ വികസനത്തെക്കുറിച്ച് അദ്ദേഹം ചോദിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ തിരുവനന്തപുരത്തെ വികസനത്തെക്കുറിച്ച്? തിരുവനന്തപുരത്തെ റെയിൽവേ വികസനം, തിരുവനന്തപുരം നാഗർകോവിലുള്ള ഇരട്ട റെയിൽവേ ലൈൻ,
അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. 2014 വരെ ഭാരതം ഭരിച്ചത് BJP അല്ലല്ലോ. ഒരു 6 വർഷക്കാലം മാത്രം BJP ഭരിച്ചു. ബാക്കി മുഴുവൻ കാലഘട്ടവും ഭരിച്ചത് ഇടത് വലത് മുന്നണി സഖ്യങ്ങളാണ്. ആ സമയത്തൊന്നുമില്ലാത്ത വികസനം, റെയിൽവേയുടെ വികസനം, അധിക ട്രെയിനുകൾ അനുവദിച്ചത് നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിലാണ്. എണ്ണി പറഞ്ഞാൽ റെയിൽവേയുടെ വികസനത്തിന് മാത്രം കോടിക്കണക്കിന് രൂപ അമൃത് നഗരം പദ്ധതിയിൽപ്പെടുത്തി തിരുവനന്തപുരം നഗരത്തിൽ ആവശ്യത്തിലധികം വികസനത്തിലുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചു. ഇതൊക്കെ നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിൽ ചെയ്തതാണ്. തിരുവനന്തപുരത്തെ MP ലോക്സഭയിൽ പോകുന്ന ലോക കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ്. അദ്ദേഹം തിരുവനന്തപുരത്തെ വികസനത്തെക്കുറിച്ച് പറയുന്നില്ല. ലോകത്ത് സംഭവിക്കുന്നത്, അമേരിക്കയിൽ സംഭവിക്കുന്നത്, ഇറ്റലിയെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്താണ് അദ്ദേഹം ചർച്ചകളിൽ പങ്കെടുക്കുന്നത്. തിരുവനന്തപുരത്തെ പാവപ്പെട്ട ജനങ്ങൾ വീണ്ടും വോട്ടിട്ട് അദ്ദേഹത്തെ വിജയിപ്പിക്കുമെന്ന പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് തിരുവനന്തപുരത്തെക്കുറിച്ച് ഒരു ചോദ്യം പോലും അദ്ദേഹം ഉന്നയിക്കാത്തത്. CPM-ന്റെ പ്രതിനിധി നേരത്തെ പറഞ്ഞു, ഇവിടെ വികസനം കൊണ്ടുവന്ന് ഇടതുപക്ഷം ഉണ്ടായിരുന്നു. 2004 നിങ്ങൾ ഏറ്റവും അധികം കരുത്തു കൊടുത്തത്, ഇടതുപക്ഷം ഏറ്റവും അധികം കരുത്തു കൊടുത്ത് അധികാരത്തിലെത്തിയത് മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റാണ്. നിങ്ങൾ ഇടയ്ക്ക് വെച്ച് ആ സഖ്യം പിരിഞ്ഞുപോയി. 2004 മുതൽ 2014 വരെ, 2004 മുതൽ 2009 വരെയുള്ള കാലഘട്ടത്തിൽ നിങ്ങൾ അകത്തു നിന്ന് അവരെ സപ്പോർട്ട് ചെയ്തു. ആ സമയത്ത് തിരുവനന്തപുരത്ത് എന്ത് വികസനമാണ് പറയാനുള്ളത്? തിരുവനന്തപുരം നഗരത്തിൽ അന്നത്തെ MP ആയിരുന്ന നിങ്ങളുടെ MP ആയിരുന്ന PK വാസുദേവൻ, അദ്ദേഹം മരണപ്പെട്ട് ഇന്ന് ഈ ലോക്സഭയിൽ മത്സരിക്കുന്ന CPM-ന്റെ സ്ഥാനാർത്ഥി ഉണ്ടായി, CPI-യുടെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റുന്ന ഏത് വികസന പദ്ധതി ഉണ്ടായി? അങ്ങനെ BJP-യുടെ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്താൽ ഒരുപക്ഷെ ഈ ചർച്ച, ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ ചർച്ച ചെയ്യുന്നതുവരെ കേരളത്തെ ഒരു കാലഘട്ടം BJP ഒഴിവാക്കിയിട്ടില്ല. നേരത്തെ സാമ്പത്തികമായി BJP-യുടെ ഉപരോധം ഏർപ്പെടുത്തുന്നു എന്ന് പറയുന്നു. സാമ്പത്തികമായി ചർച്ച ചെയ്തു. സാമ്പത്തികമായി ആദ്യമായി കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു 55,000-ലധികം കോടി രൂപ കേന്ദ്രം കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ലോക്സഭയിൽ നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മലാ സീതാരാമൻ വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു, കണക്ക് സഹിതം രേഖപ്പെടുത്തി. പിറ്റേ ദിവസം ബാലഗോപാൽ പറഞ്ഞു 33,000 ആണെന്ന്. അതിൻ്റെ പിറ്റേ ദിവസം വീണ്ടും ഒരു പത്രസമ്മേളനത്തിൽ നിർമ്മലാ സീതാരാമൻ പറഞ്ഞു, അപ്പോൾ 18,000 കോടിയായി. പിറ്റേ ദിവസം നിയമസഭയിൽ 13,000 കോടിയായി. സ്ഥിരമായ ഒരു കണക്ക് രേഖപ്പെടുത്താതെ വെറുതെ സാമ്പത്തികമായി ദൂർത്തടിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ഖജനാവ് കാലിയാക്കുന്ന സമയത്ത് നരേന്ദ്രമോദിയെയും കേരളത്തിൻ്റെ ഗവൺമെൻറ്റിനെയും ചൂണ്ടിക്കാട്ടി മുന്നോട്ട് പോകാമെന്ന് ഇടതുപക്ഷം ശ്രമിക്കേണ്ട. ഇതിനെതിരെയുള്ള വിധിയെഴുത്തായിരിക്കും വരാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പ് എന്ന് ഇവിടുത്തെ പൊതുസമൂഹം വിലയിരുത്തി കഴിഞ്ഞു. യെസ്, വികസനം കേന്ദ്രത്തിൻ്റെ അവഗണന, എല്ലാ വിഷയങ്ങളും വരുന്നുണ്ട്. ഇനിയും ഉണ്ട് ഒരുപാട് വിഷയങ്ങൾ. പ്ലീസ്. അല്ല, ഇതിന് എനിക്കൊരു മറുപടി പറയാനുണ്ടോ? പറയണോ? ഓക്കെ. ഇവിടെ ശ്രീ അജയകുമാർ സൂചിപ്പിച്ചു, അദ്ദേഹം ഈ പ്രദേശത്ത് ജനിച്ചു വളർന്ന ആളാണ്. അദ്ദേഹത്തിന് ഈ പ്രദേശത്ത് നന്നായിട്ട് അറിയാം. പക്ഷെ ഞാനും ഈ പ്രദേശത്ത്, ഞാൻ ധനുവച്ചപുരം കോളേജിലാണ് പഠിച്ചത്. ഈ പ്രദേശത്ത് 10-25 വർഷക്കാലം മുമ്പ് അത്രയും വർഷക്കാലം ഈ പ്രദേശത്തൂടെ യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. അന്ന് ഈ റോഡിലൂടെ ഒരു സൈക്കിൾ പോലും പോകാൻ പറ്റില്ല, ഒരു സ്കൂട്ടർ പോലും യാത്ര ചെയ്യാൻ കഴിയില്ല. അത്ര കുഴികൾ നിറഞ്ഞ ഒരു റോഡായിരുന്നു. അവിടെയാണ് ഈ നാട്ടുകാരനായ ശ്രീ ശിവകുമാർ, അദ്ദേഹം സമ്മതിച്ചു, MP ആയി വന്ന കാലഘട്ടത്തിൽ BMNTC ഉപയോഗിച്ചുകൊണ്ട് അന്താരാഷ്ട്ര നിലവാരത്തിൽ ഈ റോഡ് നവീകരിച്ചത്. അതിനുശേഷമാണ് ഇവിടെ ഒരു നന്നായി യാത്രയെങ്കിലും സാധ്യമായിട്ടുള്ളത്. അതിന് 10 വർഷക്കാലത്തെ ലൈഫ് ഉണ്ടായിരുന്നു. ആ രീതിയിലാണ്. അതിനുശേഷം വളരെ കാലം ഈ റോഡ് നവീകരണം പോലും വേണ്ടാത്ത രീതിയിലേക്ക് അത്ര നന്നായി തന്നെ ഇവിടെ യാത്ര ചെയ്യാൻ കഴിയുമായിരുന്നു. അപ്പോൾ അന്ന് ഒരു വികസനത്തിന് തുടക്കം കുറിച്ചത് അന്നത്തെ തിരുവനന്തപുരം എന്തായിരുന്നു, ധനുവച്ചപുരം എന്തായിരുന്നു, വെള്ളറട എന്തായിരുന്നു, കുന്നത്തുകാൽ എന്തായിരുന്നു, കന്നുവാമൂട് എന്തായിരുന്നു, അവിടെ നിന്നുള്ള എന്ത് മാറ്റമുണ്ടായി? കോൺഗ്രസിൻ്റെ കാലഘട്ടത്തിലുണ്ടായ മാറ്റം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. പിന്നെ ഇന്ത്യയിൽ ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് CPM-ന്റെ പ്രതിനിധി ശ്രീ അജയകുമാർ അവകാശപ്പെടുന്നത്. പക്ഷേ ആ അവകാശം യെച്ചൂരിക്കില്ല. യെച്ചൂരി പറയുന്നത് കോൺഗ്രസിന് മാത്രമേ ഇന്ത്യ രക്ഷിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. അവിടെ യെച്ചൂരിക്കുള്ള നിലപാടല്ല കേരളത്തിലെ CPM-ന്റെ നിലപാട്. അവിടെ പറയുന്നു കോൺഗ്രസ് അതിൻ്റെ നേതൃത്വത്തിൽ മതേതര ഗവൺമെൻറ് വരണം എന്നുള്ളതാണ്. പക്ഷേ കേരളത്തിൽ പിണറായി വിജയൻ പറയുന്നു BJP-യെ സഹായിക്കണമെന്നാണ്. അപ്പോൾ നിങ്ങളുടെ ഇരട്ടത്താപ്പ്, CPM-ന്റെ ഇരട്ടത്താപ്പ്, ഇവിടെ BJP-യുമായി സഖ്യം, ഇവിടെ BJP-യുമായി ബാന്ധവം, കോൺഗ്രസിനെ തോൽപ്പിക്കുക, അതിലൂടെ BJP-യെ സഹായിക്കുക എന്നുള്ളതാണ് CPM-ന്റെയും ഇടതുപക്ഷത്തിൻ്റെയും നയം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്ത് പ്രസക്തിയാണ് BJP-ക്കുള്ളത്? നിങ്ങൾ 70-80 കാലഘട്ടത്തിൽ ഒന്ന് പരിശോധിച്ച് നോക്കുക. ആ കാലഘട്ടത്തിൽ CPM-ന് 13% വോട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ പാർലമെന്റിൽ എത്ര MP-മാരുണ്ടായിരുന്നു? BJP-യുടെ പ്രസക്തിയാണോ ചോദിച്ചാൽ CPM-ന്റെ 13% വോട്ടുണ്ടായിരുന്നു. എത്ര MP-മാരുണ്ടായിരുന്നു? 300-ഓളം MLA-മാരുണ്ടായിരുന്നു. അത്രയും ഉണ്ടായിരുന്ന പാർട്ടിക്ക് ഇന്ന് 0.13% മാത്രമാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ നഭോമണ്ഡലത്തിൽ CPM-ന്റെ വോട്ട് ഷെയർ എന്ന് പറയുന്നത്. ഇന്ന് ആകെ ഉണ്ടായത് 3 MP-മാരാണ്. അത് 2 തമിഴ്നാട്ടിൽ കോൺഗ്രസിൻ്റെയും DMK-യുടെയും പിന്തുണയോടുകൂടി. അടുത്തവണയും വരാൻ പോകുന്നത് അവിടെ നിന്ന് കിട്ടുന്ന MP-മാർ മാത്രമാണ്. അല്ലാതെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു MP-മാരെയും സംഭാവന ചെയ്യാൻ വേണ്ടി CPM-ന് കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. കേരളത്തിൽ ഒരു MP, 3 MP-മാർ, അത് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതിനപ്പുറം വലിയ മാറ്റമൊന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരാൻ CPM-ന് കഴിയില്ലല്ലോ. ഇനിയുള്ള തെരഞ്ഞെടുപ്പിൽ എന്ത് പ്രസക്തിയാണ് CPM-നുള്ളത്? നിങ്ങളൊരു ഇടതുപക്ഷ പാർട്ടി എന്നുള്ള നയം തന്നെ കേരളത്തിൽ മാറ്റിയിരിക്കും. നിങ്ങൾ തീവ്ര വലതുപക്ഷ പാർട്ടിയായി മാറിയിരിക്കുന്നു.
ആ ഇടതുപക്ഷ സ്വഭാവമേ CPM നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ഗവൺമെന്റ് കേരളത്തിൽ ഭരിക്കുമ്പോൾ ഈ ഗവൺമെന്റിന് മാത്രമേ, അല്ലെങ്കിൽ ശ്രീ പിണറായി വിജയന് മാത്രമേ BJPയെ സഹായിക്കാനും BJPയുമായി സഖ്യമുണ്ടാക്കാനും അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കാനും കഴിയൂ. അങ്ങനെയുള്ള ഒരു ഇടതുപക്ഷക്കാരനാണ് കേരളത്തിൽ CPMന് നേതൃത്വം നൽകുന്നത്. അത് CPMന്റെ ദൗർബല്യമാണ്, ഗതികേടാണ്. അതിനെ CPMന്റെ പ്രവർത്തകർ പോലും ഈ തെരഞ്ഞെടുപ്പിൽ അതിനനുസരിച്ച് തിരിച്ച് ഒരു ഇടതുപക്ഷ സ്വഭാവമുള്ള ഏതെങ്കിലും ഇടതുപക്ഷ പ്രവർത്തകരുണ്ടെങ്കിൽ അവർ UDFന് വോട്ട് ചെയ്യും. അത് മാത്രമാണ് ഇന്ത്യയുടെ മതേതര ജനാധിപത്യത്തിന് രക്ഷ എന്നുള്ളത് അവർ തന്നെ ഈ തെരഞ്ഞെടുപ്പ് തിരിച്ചറിയുകയാണ്. അഡ്വക്കേറ്റ് അജയകുമാർ, താങ്കൾ ഒരു മറുപടി പറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതായത് ഒരു മിനിറ്റ് വർത്തമാനകാല രാഷ്ട്രീയത്തിൽ CPMന്റെ പ്രസക്തി എന്താണ് എന്നൊരു ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. വർത്തമാന കാലഘട്ടത്തിൽ CPMന്റെ പ്രസക്തി എന്താണെന്ന് ബീഹാറിൽ നടന്ന മഹാസഖ്യം, ആ മഹാസഖ്യത്തിൻ്റെ ഭാഗമായി നടത്തിയ റാലിയിൽ എന്താണെന്ന് രാജേഷ് KPCC സെക്രട്ടറി ആണെന്ന് പറയുന്നത് അദ്ദേഹത്തിന് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. യെച്ചൂരി ഇല്ലാതെ അങ്ങനൊരു സഖ്യമുണ്ടാക്കാൻ പോലും കഴിയാത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യയെ നയിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. യെച്ചൂരി ഇല്ലാത്തൊരു ഭരണം ഭാവിയിൽ, യെച്ചൂരിയുടെ നേതൃത്വമില്ലാതൊരു ഭരണം ഇന്ത്യയിൽ ഉണ്ടാക്കാൻ കഴിയുമോ? മതേതര കാഴ്ചപ്പാടിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഇന്ത്യയിൽ നട്ടലോടെ നിൽക്കണമെങ്കിൽ CPM എന്നുള്ള ഇടതുപക്ഷ പ്രസ്ഥാനം ഉണ്ടാവണം. അത് സമ്മതിക്കാൻ എന്തേ കേരളത്തിൽ മടി? അതാണ് രാഹുൽ ഗാന്ധി ഇനി വന്ന് മത്സരിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു പാർട്ടിയായിട്ട് മത്സരിച്ചാൽ പോരെ, രണ്ട് പാർട്ടി വേണ്ട? അത് പറയാം. അജയ, ഞാനത് പറയാം. അജയ ഇരുന്നോ, ഞാൻ പറയാം. ഇന്ത്യയിൽ മതേതര പാർട്ടികൾ രൂപീകരിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കുന്നതിന് വേണ്ടി മതേതരം കാക്ഷിക്കുന്ന ജനകീയ വിശ്വാസികൾ എല്ലാവരും ചേർന്നുകൊണ്ടൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുള്ളത്. അജയ് സൂചിപ്പിച്ചത് എന്തുകൊണ്ട് രണ്ടും കൂടി മത്സരിച്ചുകൂടാ എന്നാണ്. മത്സരിക്കേണ്ട സ്ഥലങ്ങളിൽ മത്സരിക്കുന്നുണ്ട്, മത്സരിക്കണ്ട എന്നുള്ളിടത്ത് മത്സരിക്കുന്നില്ല. അത് തന്നെയാണ് നയം. അത് ഇരട്ടത്താപ്പല്ലേ? അതുകൊണ്ടല്ല. കാരണം ജനങ്ങളുടെ കാശിന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ എന്തുകൊണ്ടിനാ ഇരട്ടത്താപ്പ് നയത്തിന് വരുന്നു എന്നാണ് കേരളത്തിൽ BJPയുടെ പ്രസക്തി എന്ത് അജയ? ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ 15 തുടർച്ചയായി 3 ടേം BJP ജയിച്ച ഒരു വാർഡ് ഇപ്പോ CPM ജയിച്ചു. നിങ്ങൾക്ക് അറിയില്ല ഈ മണ്ഡലത്തിൽ? അല്ല, അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കേണ്ടി വരും. അത്തരത്തിലുള്ള പ്രസക്തി അജയൻ സൂചിപ്പിക്കുമ്പോ അത്തരത്തിലുള്ള പ്രസക്തി ഇല്ല. അത്തരത്തിലുള്ള പ്രസക്തി ഇല്ല. വേണ്ട, പ്ലീസ് പ്ലീസ് തർക്കം വേണ്ട, തർക്കം വേണ്ട, തർക്കം വേണ്ട, പ്ലീസ് 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 അല്ല, ഒരു മിനിറ്റ് പ്ലീസ്. മൈ ഹംബിൾ റിക്വസ്റ്റ്. എൻ്റെ പ്ലീസ്, എന്തിനാണ് വെറുതെ വെല്ലുവിളി? ചേട്ടാ ഒന്ന് പ്ലീസ് ഒരു നിമിഷം പ്ലീസ്. ഞാൻ തുടക്കത്തിൽ, ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞാണ് ആരോഗ്യപരമായിട്ടുള്ള സംവാദം, അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് വെല്ലുവിളി വേണ്ട, ദയവ് ചെയ്തിട്ട് പ്ലീസ് ഇരിക്കൂ. സമാധാനപരമായി നമുക്ക് സംവദിക്കാം. അതിനുള്ള അവസരമുണ്ട്, സമയമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഒന്ന് പറഞ്ഞു തീർക്കട്ടെ പ്ലീസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പ്രസക്തി ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഇന്ത്യയും പ്രസക്തി ഉണ്ടാവും. ബീഹാറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഘടകകക്ഷിയാണെന്നറിയാമല്ലോ. അവിടെ CPM ഘടകകക്ഷിയാണ്. അവിടെ ഇന്ന് CPMന്റെ MP ഉണ്ടാവാൻ പോവുകയാണ്, MP-മാർ ഉണ്ടാകാൻ പോവുകയാണ്. അങ്ങനെ വിവിധങ്ങളായ സംസ്ഥാനത്ത് ഭാവിയിൽ കഴിഞ്ഞ കാലത്തുണ്ടായ കുറവുകൾ പരിഹരിച്ചുകൊണ്ട് CPM ഇടതുപക്ഷ പ്രസ്ഥാനവും ഈ തെരഞ്ഞെടുപ്പിൽ മുന്നേറാൻ പോവുകയാണ്. അത് ഇന്ത്യയിലെ അനിവാര്യതയാണെന്ന് ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾ വിശ്വസിക്കുകയാണ്. 2014 ആവർത്തിക്കാൻ പോവുകയാണ് കേരളത്തിലും ഇന്ത്യയിലും. എങ്കിലുമേ മതേതര മുന്നണി അധികാരത്തിൽ വരൂ, ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരൂ. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിന് സന്നദ്ധമാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇനി ചോദിക്കാം. ഓക്കെ, ഇവിടെ കോൺഗ്രസിന്റെ പ്രതിയായിരുന്ന രാജേഷ് പറഞ്ഞു ശിവകുമാറിന്റെ കാലത്താണ് ഈ റോഡ് ചെയ്തത്. പക്ഷെ വ്യക്തമായി ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം, അന്ന് കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീമാൻ പൊൻ രാധാകൃഷ്ണൻ, അതായത് തൊട്ടപ്പുറത്തെ
MP ആയിരുന്ന പൊൻ രാധാകൃഷ്ണനും കൂടി വളരെ സഹകരിച്ചുകൊണ്ട് വളരെ ഭംഗിയായി, എന്നാൽ അതുകൊണ്ട് മാത്രമല്ല, കാരണം താങ്കൾ പറഞ്ഞതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സൈക്കിൾ പോലും പോകാൻ നിവർത്തിയില്ലായിരുന്ന റോഡായിരുന്നു ഇത്. പൊൻ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ MP BJPയുടെ MP അവിടെ ഉണ്ടായിരുന്നതും അന്ന് വാജ്പേയി അധികാരത്തിൽ ഇരുന്നത് കൊണ്ടുമാണ് ആ റോഡ് ഇന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് യാഥാർത്ഥ്യമായി കിട്ടിയത്. ശിവകുമാർ മുൻകൈ എടുത്തു എന്നുള്ള കാര്യം സത്യമാണ്, മുൻകൈ എടുത്തു. പക്ഷേ അന്ന് തമിഴ്നാട്ടിൽ ആ MP ഇല്ലായിരുന്നെങ്കിൽ കേരളവും തമിഴ്നാടുമായ ആ ധാരണയിലെത്തില്ലായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഇവിടെ നമ്മുടെ അജയ് ചേട്ടൻ പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞു ഇവിടെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ആണ്. കാരണം ഇതിനപ്പുറത്ത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ അപ്പുറത്ത് പോയി കോൺഗ്രസിന് വോട്ട് പിടിക്കേണ്ട ഒരു സാഹചര്യമാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു ചോദ്യം, എന്തിനാണ് കേരളത്തിൽ കോടാനുകോടി രൂപ ഇലക്ഷൻ്റെ പേരിൽ ഇവർ നഷ്ടപ്പെടുത്തുന്നത്? ഒരു സ്ഥാനാർത്ഥി മത്സരിച്ചാൽ പോരെ, എന്തായാലും ഇവർ കേന്ദ്രത്തെ സഹായിക്കും. MLA ഇലക്ഷൻ വരുമ്പോൾ രണ്ടായിട്ട് മത്സരിക്കട്ടെ, MLA ഇലക്ഷന് മത്സരിക്കാം. പക്ഷേ കേന്ദ്രത്തിലോട്ട് പോകുമ്പോൾ ഞങ്ങൾ ഒരുമിക്കുവാനെന്ന് ഇവിടുത്തെ CPM-ന്റെ മുതിർന്ന നേതാവ് പറയുകയാണ്, ഞങ്ങൾ ഒരുമിച്ച് നിൽക്കും, ഞങ്ങൾ ഇന്ത്യ മുന്നണി കൂടെ. അങ്ങനെയാണെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി മത്സരിച്ചാൽ പോരെ, BJPയും ഇവർ തമ്മിൽ സഖ്യമായിട്ട് പോരെ എന്നാണ് ചോദ്യം. അഡ്വക്കേറ്റ് അജയകുമാർ, അതൊരു ന്യായമായ ചോദ്യമല്ലേ? കാരണം കളിക്കാവിള കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുമിക്കുകയാണ്, ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ വോട്ട് അഭ്യർത്ഥിക്കുന്നത് അല്ലേ? ഇവിടെ തൊട്ടപ്പുറത്ത് അതായിരിക്കും സംഭവിച്ചു, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അത് മതേതര വീക്ഷണത്തിന്റെ ഭാഗമായി ആ ശക്തി എവിടെ വർദ്ധിക്കണോ ആ വർദ്ധിക്കുന്ന സ്ഥലത്ത് വിട്ടുവീഴ്ച ചെയ്യാനുള്ള കരുത്തുള്ള പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. അങ്ങനെ മതേതരമത്വമാണ് ഇന്ത്യ കാക്ഷിക്കുന്നത്, ഇന്ത്യയിൽ ജനം ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു ഇടപെടലാണ് CPIM-ഉം ഇടതുപക്ഷവും നടത്തുന്നത് ഇന്ത്യയിലാകമാനം. അത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ ഇന്ത്യൻ BJPക്ക് നന്നായി ബോധ്യം വരും എന്നാണ്, ഈ കേരളത്തിലെ ജനത അത് ബോധ്യപ്പെടുത്തും എന്നാണ് എനിക്ക് വിശ്വസിക്കുന്നത്. അപ്പോ ചർച്ച ചൂടുപിടിച്ച് വരികയാണ്. കൂടുതൽ ചോദ്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് അടുത്ത ഇടവേള കൂടി എടുക്കുന്നു. ഉടൻ തിരിച്ചു വരാം.